പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് പഞ്ചാബിലെ പഠാൻകോട്ടിൽ ഒരു 15 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിപ്രധാനമായ ചില സുരക്ഷാ വിവരങ്ങൾ അതിർത്തിക്ക് അപ്പുറത്തേക്ക് കൈമാറിയെന്നാണ് ഈ കൗമാരക്കാരന് എതിരായുള്ള കുറ്റം. കഴിഞ്ഞ ഒരു വർഷമായി ഈ കുട്ടി പാക് ചാരസംഘടനയുടെ ഹാൻഡലർമാരുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നതായി പോലീസ് വെളിപ്പെടുത്തി. ഇന്ത്യയുടെ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ചില വിവരങ്ങൾ വിവിധ ആശയവിനിമയ ഉപാധികളിലൂടെ ഇയാൾ കൈമാറിയതായാണ് കണ്ടെത്തിയത്. നിലവിൽ ഈ ആശയവിനിമയ മാർഗങ്ങൾ കേന്ദ്രീകരിച്ച് സൈബർ സെൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കുട്ടികളെയും കൗമാരപ്രായക്കാരെയും ISI ചാരവൃത്തിക്കായി നിയമിക്കുന്നു എന്നത് അതീവ ഗൗരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. ഇവർ പിടിക്കപ്പെട്ടാൽ നിയമ നടപടികളിൽ നിന്നുള്ള ഇളവുകൾ ഉണ്ടാകുമെന്നും കുട്ടികളെ അത്ര പെട്ടെന്ന് സംശയിക്കപ്പെടില്ല എന്നതും മുൻനിർത്തിയാണ് ഇത്തരം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നത്. പഞ്ചാബിലെ മറ്റു ചില ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ കുട്ടികളെ ISI സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി സൂചനകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അറസ്റ്റിലായ ഈ കുട്ടി പ്രായപൂർത്തിയാകാത്ത ആളായതിനാൽ ജുവനൈൽ നിയമങ്ങൾ പാലിച്ചാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഇയാളെ സ്വാധീനിച്ച ഹാൻഡലർമാർ ആരൊക്കെയാണെന്നും ഈ ശൃംഖലയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ അന്വേഷണ സംഘം. ജമ്മുവിലെ സാംബ ജില്ലക്കാരനായ ഈ കുട്ടിയെ പാകിസ്ഥാനിലുള്ള ISI ഏജന്റുമാരുമായി ബന്ധിപ്പിക്കുന്ന സാങ്കേതിക വിശകലനങ്ങൾക്ക് ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. മൊബൈൽ ഫോൺ വഴി ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ടതും അതീവ രഹസ്യ സ്വഭാവമുള്ളതുമായ വിവരങ്ങൾ ഈ കുട്ടി പങ്കുവച്ചിരുന്നതായും പോലീസ് പറയുന്നു. കുട്ടിയെ വിശദമായ ചോദ്യം ചെയ്തതിൽ ഈ കുട്ടി ഒറ്റയ്ക്കല്ല പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് പഞ്ചാബിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മറ്റു കുട്ടികളും ISIയുമായി ബന്ധം പുലർത്തുന്നതായി പോലീസ് വൃത്തങ്ങൾ മനസ്സിലാക്കിയത്. അറസ്റ്റ് ചെയ്ത കുട്ടി പാകിസ്ഥാനിലുള്ള ISI ഏജന്റുമാരുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നുവെന്നും വിവരങ്ങൾ എങ്ങനെയാണ് കൈമാറിയതെന്ന് വെളിപ്പെടുത്തുന്ന നിർണായക വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് എന്നും പത്താൻകോട്ട് സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് ദിൽജിന്ദർ സിംഗ് ധില്ലൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താനായി മാത്രം പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISIയുടെ കീഴിൽ ഒരു പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. S1 എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യൂണിറ്റിന് 1993 മുംബൈ സ്ഫോടനം മുതൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ വരെ പങ്കുണ്ടെന്ന് നേരത്തെ NDTV റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതിനായാണ് S1 യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. സബ്വേർഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരായാണ് S ഉപയോഗിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു കേണലാണ് S1 യൂണിറ്റിൻ്റെ തലവൻ. ഉയർന്ന റാങ്കിലുള്ള 2 ഓഫീസർമാർ പ്രവർത്തനങ്ങൾ നോക്കി നടത്തും. ഗാസി 1, ഗാസി 2 എന്നിങ്ങനെയാണ് ഇവരുടെ കോഡ് നെയിമുകളെന്ന് NDTV റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇസ്ലാമാബാദിലാണ് S1 യൂണിറ്റിൻ്റെ ആസ്ഥാനം. മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെയുള്ള പണമാണ് ഇവർ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ബോംബുകൾ ഉൾപ്പെടെ എല്ലാവിധ സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധരാണ് S1 യൂണിറ്റിലെ അംഗങ്ങൾ. പല തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലും പ്രാവീണ്യമുള്ളവരാണ് ഈ ടീം. കഴിഞ്ഞ 25 വർഷമായി S1 യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്ക് ഈ അടുത്ത കാലത്ത് മാത്രമാണ് S1 യൂണിറ്റിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വിവരം ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുക എന്നത് മുഖ്യ ലക്ഷ്യമാക്കിയ ഈ സംഘത്തിന് പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തോയ്ബ ഉൾപ്പെടെ എല്ലാ ഭീകര സംഘടനകളുമായും അടുത്ത ബന്ധമാണുള്ളത്.